മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ. അപ്പം നമ്മളാരും തനിച്ചല്ല, നമുക്കെല്ലാം ഉണ്ട്. നമുക്ക് നമ്മുടെ ചാനലുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാളി സ്പീച്ചർ കാണാതെ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ചാനൽ, കേരളത്തിൽ മാത്രം ഷൂട്ട് ചെയ്ത് കേരളത്തിൽ മാത്രം പാചകം ചെയ്യുന്ന സ്വന്തം ചാനലിലേക്ക് നിങ്ങൾ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഏറ്റവും അടിപൊളി ഒരു തോരൻ്റെ വിശേഷമായിട്ടാണ് നമ്മുടെ ചാനൽ വന്നിരിക്കുന്നത്. അപ്പം ഏത് വീഡിയോ കണ്ടാലും അതിനെ ലൈക്ക് ചെയ്യുന്നവരും അത് ആദ്യമേ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മുടെ ചാനലിലൊക്കെ ഉണ്ട്. ഏത് വീഡിയോ ഇട്ടാലും ഉടനെ തന്നെ കയറി ചെയ്ത് അവർക്കും എൻ്റെ സ്വാഗതം സന്തോഷവും ഞാൻ പങ്കുവയ്ക്കുന്നു. ഇന്ന് നമ്മുടെ ഒരു വെറൈറ്റി തോരൻ, ആ വെറൈറ്റി തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ 5 മിനിറ്റ് ഉണ്ടാക്കുന്ന ഒരു തോരൻ എങ്ങനെയാണ് നിങ്ങൾ വീഡിയോ ഉണ്ടാക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതിപ്പോൾ കോളിഫ്ലവർ വെച്ചിട്ട് ഒരു ഈസി അല്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു തോരനാണ്. പക്ഷേ നമ്മൾ എത്ര പെട്ടെന്നാണെങ്കിലും കോളിഫ്ലവർ ആയതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ചൂടുവെള്ളത്തിലിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. അത് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ചു. ഞാൻ തീ ഉറച്ചതായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാനിപ്പം ഈ കോളിഫ്ലവർ ഇടുകയാണ്. ഈ കോളിഫ്ലവർ ഇട്ടിട്ട് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും, ഇത് തോരനിൽ വരുന്നതല്ല എങ്കിലും ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മഞ്ഞപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവറിനകത്തൊക്കെ തന്നെ ഇഷ്ടംപോലെ കീടനാശിനികളൊക്കെ അടിച്ചു വരുന്നതാണ്. കൂടാതെ കോളിഫ്ലവർ എല്ലാവർക്കും അറിയാം, ഇതിനകത്ത് ചെറിയ പ്രാണികളൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഈ ചൂടുവെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. തിളപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കോളിഫ്ലവർ മുഴുവനോടിടരുത്. അത് അടർത്തിയെടുത്താലും നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് നെടുകെ കീറിയിടുക. കാര്യം എന്തെങ്കിലും പ്രാണികളോ മറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്തുനിന്ന് പുറത്ത് വരാനും, മൂടിയിരുന്ന് കഴിഞ്ഞാൽ പ്രാണികൾ മരിച്ചഥവാ ചൂടുവെള്ളത്തിൽ കിടന്ന് അത് ചത്താലും ഇവിടെ ഇതിൽ പറ്റി പിടിച്ചിരിക്കത്തേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ഓപ്പണായിട്ട് ഇട്ട് കഴിഞ്ഞാൽ തിളയ്ക്കുന്ന തിളപ്പിൽ ഇതിങ്ങി പുറത്ത് വന്നോളും. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് 2 മിനിറ്റോളം തിളച്ചു. ഞാനിത് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് വെന്ത് പോകരുത്. നമ്മൾ തോരനിട്ട് കടുവറുത്ത് ഒരാവിയും കൂടെ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അധികം വെന്ത് പോകാതെ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് ആറിയ ശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഇതെല്ലാം നമുക്കൊന്ന് അടർത്തിയെടുക്കണം തോരൻ്റെ പരുവത്തിന്. അപ്പോൾ നന്നായിട്ട് ഒന്ന് ആറിയിട്ടുണ്ട്. ഞാൻ കുറച്ച് നല്ല തണുത്ത പച്ചവെള്ളത്തിൽ ഇട്ടതാണ്. നമ്മൾ ക്ലീൻ ചെയ്യുമ്പം നന്നായിട്ട് ഓരോ ഇതളും അതിൻ്റെ നമ്മൾ അടർത്തി നോക്കണം. അപ്പോൾ അതാണ്ടേ ഇതിൽ നിങ്ങൾക്ക് കാണാൻ ഇവിടെ ഇതിനകത്ത് ചെറിയൊരു പുഴുവിൻ്റെ ഒരു ഇതാണ്. അത് പൊട്ടിയില്ല, പുഴു പൊട്ടി വരാനുള്ള സ്റ്റാർട്ടിങ് ആയതേ ഉള്ളൂ. ഇതെല്ലാം തന്നെ ചെറിയ പുഴുവും അത് പൊട്ടി വരാനുള്ളതൊക്കെയാണ്. അതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വേണം കോളിഫ്ലവർ നിങ്ങൾ വീട്ടിൽ ഏത് കൂട്ടാനാണെങ്കിലും യൂസ് ചെയ്യാൻ. അപ്പോൾ നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് അടർത്തി ക്ലീൻ ചെയ്തെടുക്കാം. തോരനാക്കാനായിട്ട് ഞാൻ ഒരു കടായി ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് താളിക്കാനായിട്ടുള്ളതെല്ലാം റെഡിയാക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേനും തോരനായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഉഴുന്നുപരിപ്പിട്ട് കൊടുക്കാം. ഉഴുന്നിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് നമുക്ക് ജീരകവും കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് അതിനൊരു അളവില്ല, നമുക്ക് ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ വെച്ച് ചേർക്കാം. ഇത് കടുക് പൊട്ടുന്ന സമയത്ത് നമ്മുടെ ഉഴുന്നും കറക്റ്റ് മൂപ്പ് ആയി എത്തും. ഇതിനകത്ത് പിന്നെ ഞാൻ വറ്റൽമുളക് ആഡ് ചെയ്യുന്നില്ല. സ്വതേ ഞാൻ തോരന് വറ്റൽമുളക് യൂസ് ചെയ്യാറില്ല. ഇതൊന്ന് ഉഴുന്നൊന്ന് മൂത്ത് കടുക് പൊട്ടി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം കടുക് പൊട്ടി തുടങ്ങി, ഉഴുന്നും കറക്റ്റ് മൂപ്പായി. നമുക്കിനി ഇതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ ഞാനിവിടെ ഒരു സവോള എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ കോളിഫ്ലവർ വറുത്തപ്പോഴത്തേക്കിനും ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോളിഫ്ലവറിനൊരു മഞ്ഞ കളറുണ്ട്.
പക്ഷേ അത് നമ്മൾ വേറൊരു വെള്ളത്തിൽ കഴുകി ക്ലീൻ ചെയ്തെടുത്തപ്പോൾ അതിൻ്റെ ആ മഞ്ഞപ്പൊടിയുടെ ടേസ്റ്റ് അങ്ങ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടി ആഡ് ചെയ്തു. ഇനി നമുക്ക് കോളിഫ്ലവർ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. കോളിഫ്ലവർ ഞാൻ എല്ലാം എടുത്ത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പിച്ചാത്തി വെച്ചിട്ട് അരിയേണ്ട ആവശ്യമില്ല. നമുക്ക് കൈകൊണ്ട് തന്നെ ഒരു 2 മിനിറ്റത്തെ തളയിൽ നന്നായിട്ട് അത് തിളച്ചപ്പോഴത്തേക്കിനും നന്നായിട്ട് അത് ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കൈകൊണ്ട് തന്നെ ഒന്ന് അടർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് മതി, ഇതുപോലെ എടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് പുറത്ത് വെച്ച് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് വെന്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇതിപ്പോൾ എന്തായാലും നമുക്ക് തേങ്ങയും മറ്റ് പൊടികളെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് തേങ്ങ ചേർത്തു. ഇനി നമുക്കിതിലേക്ക് ജീരകപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇട്ടിട്ടുണ്ട് എങ്കിലും നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം 1/4 തൊട്ട് 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മറ്റ് തോരനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഉള്ളി ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ കൂടുതൽ വേവാനായിട്ട് കൂടുതൽ ടൈമൊന്നുമില്ല. കാര്യം നമ്മൾ ആ ഉള്ളി ഒന്ന് വഴണ്ടി വെന്തിട്ടുണ്ട്. ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് കീറിയത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് ഒന്ന് ആവി വരിക. നമുക്ക് തീ ഓഫ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തന്നെയാണ് തയ്യാറാക്കാൻ കഴിയുന്നത്. അതുപോലെ തോരൻ കഴിവതും നിങ്ങൾ ഇതുപോലെ പുറത്ത് വെച്ചിട്ട് തേങ്ങയുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കഴിവതും ഇതുപോലെ വേവിച്ചെടുക്കുന്ന കഷ്ണങ്ങളുള്ള വെജിറ്റബിൾസ് അങ്ങനെ എടുക്കുന്നതാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലത്. അതല്ല വെള്ളത്തിലിട്ട് വേവിക്കുന്നതാണെങ്കിൽ നമുക്കിതുപോലെ മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ചെറിയ പയറും ക്യാബേജും ഒക്കെ നമുക്കിതുപോലെ വെളിയിൽ വെച്ച് നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ചേർക്കുക. ടേസ്റ്റ് ഏറ്റവും കൂടുതൽ അങ്ങനെ കിട്ടും. അതുപോലെ ഞാൻ ഇതിനകത്ത് കടുക് വറുത്തപ്പം ഉഴുന്ന് മൂക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കടുക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തത്. അല്ലാതെ കടുക് വഴറ്റാനായിട്ടല്ല. ഇടയ്ക്ക് ഞാനിതുപോലെ കടുക് വഴറ്റുവാണോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഉഴുന്നിട്ടത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് 2 മിനിറ്റ് അടച്ച് വെച്ച് ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിയും എല്ലാം നന്നായിട്ട് വെന്ത് നല്ല ആ സ്മെല്ല് വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ടേസ്റ്റ് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് കിട്ടാൻ വെളുത്തുള്ളി നമ്മൾ ആ തേങ്ങ ചതച്ച കൂട്ടത്തിൽ 2 അല്ലി വെളുത്തുള്ളി കൂടി ചതച്ച് നന്നായിട്ട് ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇപ്പം ഞാൻ ചെറിയ ഉള്ളി പിന്നെ സവോളയും കൂടി ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഇത് വെളുത്തുള്ളി ചേർക്കാഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കോളിഫ്ലവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കോളിഫ്ലവർ നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം മാത്രം കുക്ക് ചെയ്യുക. അതുപോലെ പുറത്തുനിന്ന് കൂടുതലും കോളിഫ്ലവർ ഫുഡ് ഐറ്റംസ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. കാര്യം അവർ ഒരു കോളിഫ്ലവറിലൊന്നും അല്ല, എല്ലാവർക്കും അറിയാം. ഇഷ്ടംപോലെ കോളിഫ്ലവറിലാണ് അവർ ഓരോ റെസിപ്പീസ് ട്രൈ ചെയ്യുന്നതും ഡിഷസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരതുപോലെ ക്ലീൻ ചെയ്യണമെന്നില്ല. തീർച്ചയായിട്ടും കോളിഫ്ലവറൊക്കെ കഴിവതും വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ കോളിഫ്ലവർ തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെയാണ്. എനിക്കിതൊരു 20 മിനിറ്റ് ടൈം എടുത്തിട്ടില്ല. 15 ആ ഒരു ഗ്യാപ്പിലിട്ടിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കും അതുപോലെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. വളരെ ടേസ്റ്റോട് കൂടി കുട്ടികൾക്കും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുക. കോളിഫ്ലവറൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പം ചിലപ്പോൾ കുട്ടികളൊക്കെ ഞാൻ കഴിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക. എല്ലാ വ്യൂവേഴ്സിനും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ നന്ദി. ബൈ.